അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്നാണ് നമ്മുടെ സമ്മിറ്റ് ഡേ. അപ്പം ഇപ്പോൾ രാവിലെ കണ്ടേ 7 മണിയായിട്ടുണ്ട്. ക്യാമ്പ് അവിടാണ്. ഇപ്പം സമയമായിട്ടുണ്ട് 6 മണി. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 8 മണിയുടെ മുമ്പേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും. ഇന്നാണ് ഞങ്ങൾ ബ്രഹ്മത്താൾ ട്രക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഇനി ഇച്ചിരി കൂടി മുമ്പിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് വേറെ കാഴ്ചകൾ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഞങ്ങളുടെ ബേസ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം ഇത് മൊത്തം കയറി ഇന്ന് മൊത്തം റീച്ചാണ്. മൊത്തം റീച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ഥലത്തും നല്ല സ്ലോപ്പുള്ള സ്ഥലം. തീയുടെ വീണ സ്ഥലമാണെന്ന് തോന്നുന്നു. ഞങ്ങളിപ്പോൾ നമ്മുടെ ജണ്ടി ടോപ്പിലെത്തി. അതാണ് മുമ്പിൽ കാണുന്നതാണ് ജണ്ടി ടോപ്പ്. അപ്പോൾ അതിന് മുമ്പ് ഇച്ചിരി സ്നോ ഇവിടെ വീണിട്ടുണ്ട്. ഇന്നലെ കണ്ട പോലെ തന്നെ ഇതും കുറച്ച് ദിവസമായി പെയ്തിട്ട് ഉണ്ട്. കണ്ടില്ല, ഇത്തിരി ഹാർഡ് സ്നോ. അപ്പോൾ ഫ്രഷ് അല്ല ഇത്. എന്താ 2-3 ദിവസമായി കാണും സ്നോ പെയ്തിട്ട്. Bien, tomarla. ¿Ah? മുമ്പ് കാണുന്നതാണ് സമ്മിറ്റ്. ഓൾമോസ്റ്റ് 3 ദിവസത്തെ യാത്രയും 3 ദിവസത്തെ കഠിന കയറ്റവും കഴിഞ്ഞ് ഫൈനലി സമ്മിറ്റിലോട്ട് എത്താൻ പോവാണ്. ആ ഒരു ഫീലിംഗ് വേറെ. ഒന്നും കണ്ടില്ലേ, നമ്മൾ ഓൾമോസ്റ്റ് अभी कितने फीट पे होंगे अभी अपन? 12 से 2.5 फीट. നമ്മൾ ഓൾമോസ്റ്റ് 12,250 ഫീറ്റിലാണ് ഇപ്പോൾ. എത്ര ചെറുതായിട്ടാ തോന്നുന്നത്. നമ്മുടെ ഭാരതത്തിന്റെ പതാക നെഞ്ചു മിരിച്ച് വേവാവുന്നുണ്ട്. പക്ഷെ എനിക്കതിന് മലയാളം മാത്രമേ
അയ്യോ, ഇത് കഴിഞ്ഞിട്ട് അവിടെ തിരിഞ്ഞ് തന്നെ അവിടെ പോകണം. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ. മുകളിൽ കഴിഞ്ഞിട്ട് അത്രയും താഴെ ഇറങ്ങുകയും വേണം. നല്ല തണുത്ത കാറ്റുണ്ട്. ഇപ്പം വരെ നല്ല വെയിലായിരുന്നു. മുമ്പിൽ കണ്ടില്ലേ, നല്ല കറുത്ത മേഘങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ട്. ഇതുവരെ വരുന്ന മഴ പെയ്യത്തില്ല, പക്ഷെ കാറ്റ് നല്ലതായിട്ട് അടിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് റെഗുലേറ്റർ പറഞ്ഞു. ഏകദേശം 19 മീറ്ററും കൂടി. താഴത്തുള്ള ഡിസെൻറ്റ് തുടങ്ങണം. വേണ്ടല്ലോ, ഇവിടുത്തെ ഡിസെൻറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അവിടെ വരെ പോകണം. അടുത്ത വെള്ളം കാണുന്നില്ല, അതാണ് ബ്രഹ്മത്താൽ. ബ്രഹ്മത്താലിന് അടുത്താണ് ഞങ്ങളുടെ ടെൻറ്റ്. അല്ലെ അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഏതൊക്കെ മഞ്ഞൊരുക്കി വെള്ളം വരുന്നുണ്ട്. ചവിട്ടി കഴിഞ്ഞാൽ ഭയങ്കര സൂക്ഷിച്ചാണ് ഇവിടുന്ന് പോകുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഇവിടുത്തെ ആൾക്കാരൊക്കെ മാടിനെ കൊണ്ട് മേയ്ക്കാൻ വരുമ്പോൾ രാത്രിയാകുമ്പോൾ കാറ്റ് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷെൽട്ടറാണ്. ഇപ്പം കാണാൻ റൂഫില്ല, പക്ഷെ ഒരു മാടിൻ്റെ ഹൈറ്റ് എത്ര ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. അപ്പം ഒരു കാറ്റ് കൊള്ളാതെ ഒരു രാത്രി മൊത്തം അവർക്ക് തങ്ങാം. ഇതാണ് ബ്രഹ്മത്താൽ. ഇത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അവർ ഐ വുഡ് സേ ഈ മൊത്തം ട്രെക്കിന്റെ പേര് തന്നെ ഈ ഒരു ചെറിയ ലേക്കിന്റെ പേരിലാണ് വന്നിരിക്കുന്നത്. ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭഗവാൻ ബ്രഹ്മാവ് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇതിന്റെ പേര് ബ്രഹ്മത്താൽ എന്ന് പറയുന്നത്. പിന്നെ സമ്മിറ്റ് അവിടെ എങ്ങാണ്ടായിരുന്നു. മുകളിൽ ഞങ്ങൾ സമ്മിറ്റ് ചെയ്തിട്ട് താഴോട്ട് വന്നു. ബേസ് ക്യാമ്പ് ആ സൈഡിലോട്ടാ. നല്ല ശാന്തത ഉണ്ട് ഇവിടെ, നല്ല തണുപ്പുമുണ്ട്. ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഗ്ലേഷ്യേഴ്സ് ഒക്കെ മെൽട്ടായി വരുന്ന വെള്ളമാണ്. നിങ്ങൾ കാണാൻ പറ്റും അവിടെ നിന്നൊക്കെ പല പല സ്ഥലത്തു നിന്ന് വെള്ളത്തിന്റെ സോഴ്സ് ഉണ്ട്. അതെല്ലാം വെള്ളം വന്ന് തങ്ങുന്നത് ഇവിടെ. ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് ഒത്തിരി സേക്രഡ് ഒരു ലേക്കാണ്. അതുകൊണ്ട് ഇതിനകത്ത് അധികം ശബ്ദം ഉണ്ടാക്കാനോ അധികം എന്താ പറയുക നോയ്സ് ഉണ്ടാക്കാനോ പറ്റത്തില്ല. വേണമെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. മെഡിറ്റേറ്റ് ചെയ്യാൻ നല്ല സ്ഥലമാണ്, കാരണം സറൗണ്ടഡ് ബൈ മൗണ്ടൻസ്, ക്വയറ്റ്, പീസ്, ഒരു ശാന്തതയുണ്ട്.